അടുത്തെങ്ങാനും തായ്ലൻഡ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തായ്ലൻഡ് വിസയിൽ വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാരുടെ യാത്ര ഇത് എങ്ങനെയെല്ലാം ബാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. നിങ്ങൾ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിലുള്ള ബാലി, ഒമാൻ, തായ്ലൻഡ്, മലേഷ്യ, മാൽദീവ്സ്, ശ്രീലങ്ക, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള ട്രാവൽ വ്ളോഗ്സ് കാണാം. ഈ ട്രാവൽ വ്ളോഗ്സിലെല്ലാം കോമൺ ആയിട്ട് വരിക്കുന്ന ഒരു സംഗതി എന്തെന്നാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് ആയിട്ടുള്ള മൈൽസ് ആൻഡ് പോയിന്റ്സ് അതെങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഒരു പാസ്പോർട്ടിലേക്ക് അത് ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ് ആവും, അല്ലെങ്കിൽ ഫ്രീ 5-സ്റ്റാർ ഹോട്ടൽ സ്റ്റേ ആവാം, ആക്ടിവിറ്റി വൗച്ചേഴ്സ് ആവും. ഇതെല്ലാം എങ്ങനെ ഒരു യാത്രയിൽ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് തായ്ലൻഡ് വിസയിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എമിഗ്രേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ സീൽ ചെയ്തിരിക്കുന്ന ഇത്രയും കാലം 60 ദിവസത്തെ വാലിഡിറ്റി ഉള്ള തായ്ലൻഡ് വിസയായിരുന്നു. ഈ 60 ദിവസം എന്നുള്ളത് 30 ദിവസമായി വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇതാണ് വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആയിരിക്കുമോ അല്ലയോ എന്നുള്ളൊരു കൺസേണിനെ കുറിച്ചായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നത്. ഇന്ത്യക്കാരും ചൈനക്കാരുമാണ് തായ്ലൻഡിൽ ഏറ്റവും കൂടുതൽ വന്നിറങ്ങുന്നത്. അപ്പോൾ ഇന്ത്യക്കാരുടെ വിസ ഫ്രീ എന്നുള്ളത് എടുത്ത് മാറ്റാൻ വേണ്ടി ഒരു ആദ്യമൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൺസേണും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് അവർ 30 ദിവസത്തേക്ക് വിസ ഫ്രീ ആണ് ഇനി മുതൽ ഇന്ത്യക്കാർക്ക്. ഈ തായ് കൗൺസിൽ ഇത് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തായ് റോയൽ ഗസറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യണം. റോയൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്താൽ ഒരു 15 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ അതൊരു ഒഫീഷ്യലായി മാറുകയുള്ളൂ. അപ്പോൾ സ്റ്റിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 27 ജൂലൈ 27 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് വരെ നമുക്കിപ്പോൾ 60 ദിവസം തന്നെയാണ്. വൺസ് തായ് റോയൽ ഗസറ്റിൽ ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ 30 ദിവസമായി കുറയുകയായിരിക്കും. ഈ തായ് കൗൺസിൽ റോയൽ ഗസറ്റ് 15 ദിവസത്തെ പബ്ലിക്കേഷൻ അത് കഴിഞ്ഞ് ഒഫീഷ്യൽ ആവുന്ന തുടങ്ങിയ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും. പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. തായ്ലൻഡ് എന്ന് പറയുന്നത് വിസ ഫ്രീ തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാർക്ക്. 60 ദിവസം എന്ന് പറയുമ്പോൾ കുറെ ടെക്കികളൊക്കെ ഉണ്ടായിരുന്നു. 60 ദിവസം ഒരു വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുന്നത് തായ്ലൻഡിൽ പോയിരുന്നു. അവർ പകൽ മുഴുവൻ വർക്ക് ചെയ്യുന്നു, അവിടെ അടിച്ചു വിളിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന കുറേ ആളുകളുണ്ട്. ഇവരെ മാത്രമാണ് ഈ 60 ദിവസം എന്നുള്ളത് 30 ദിവസമായിട്ട് ചുരുങ്ങുമ്പോൾ എഫക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു 99% മെജോറിറ്റി ടൂറിസ്റ്റുകൾക്ക് 30 ദിവസം എന്ന് പറയുന്നത് തന്നെ ധാരാളമാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന കൂടുതൽ പാക്കേജ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ 7 ദിവസം 8 ദിവസം അത്രയൊക്കെയുള്ളൂ മാക്സിമം എന്ന് പറയുന്നത്. അതുകൊണ്ട് 30 ദിവസം ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഹാപ്പി ന്യൂസ് ആണ്. സോ തായ്ലൻഡ് ഈസ് വിസ ഫ്രീ. തായ്ലൻഡ് മുൻപ് 93 രാജ്യങ്ങൾക്കായിരുന്നു വിസ ഫ്രീ കൺട്രി കൊടുത്തിരുന്നത്. അതിപ്പോൾ 59 വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യ, ചൈന എന്നുള്ള ആ രാജ്യക്കാർ ഒരുപാട് ടൂറിസ്റ്റുകൾ തായ്ലൻഡിലേക്ക് ചെല്ലുകയാണ്. അതുകൊണ്ട് നമ്മളെന്ന് അവരെങ്ങനെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വിസ ഫ്രീ എന്നുള്ളത് മാറ്റാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കൺസേൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളൊക്കെ നല്ല അടിച്ച് കയറി വരുമ്പോൾ തായ്ലൻഡ് കുറച്ചൊന്ന് ഡിപ്പ് വന്നിട്ടുണ്ട് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ വിസയ്ക്ക് ഇനി 6000 രൂപയൊക്കെ മുടക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ടൂറിസം ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കും. സോ നമുക്ക് ഹാപ്പി ന്യൂസ് തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തായ്ലൻഡിൻ്റെ 60 ദിവസത്തെ, അതായത് ഇപ്പോഴും 60 ദിവസം തന്നെയാണല്ലോ, ഈ 60 ദിവസത്തെ വിസയ്ക്ക് നമ്മളോട് ചെല്ലുമ്പോൾ അവരുടെ വിസയ്ക്ക് ഓരോരോ കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ടാവും. 20,000 തായ് ബാത്ത് ഒരാളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 30 ദിവസമായിട്ട് വെട്ടിച്ചുരുക്കിയപ്പോൾ 20,000ൻ്റെ കാര്യത്തിൽ 10,000 ചുരുങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒന്നും ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതിന് റോയൽ ഗസറ്റിൽ ഇത് പബ്ലിഷ് ചെയ്ത് ഇത് ഒഫീഷ്യൽ ആകുമ്പോഴായിരിക്കും നമുക്ക് ഇടുന്നത്. സ്റ്റിൽ തായ്ലൻഡിലേക്ക് പോകുന്ന യാത്രക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സീസണായി തായ്ലൻഡിൻ്റെ. അപ്പോൾ ആ സമയത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം അറിയുക, വിസ ഫ്രീ തന്നെയാണ്. അപ്പോൾ എന്താണോ ഡിമാൻഡ് അവരുടെ കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ടാവും ഓരോ വിസ ഫ്രീയിലും. നമ്മുടെ എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അക്കോമഡേഷൻ, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ടാണ് നിങ്ങളുടെ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തായ്ലൻഡ് എന്ന് പറയുന്ന വലിയ ബോർഡണോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ തായ്ലൻഡിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യുന്നു, ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏത് രാജ്യത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു വിസയ്ക്ക് ഓരോ കണ്ടീഷൻസ് ഉണ്ടാവും. ഈ കണ്ടീഷൻസ് നമ്മൾ പക്കയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ റിജക്ഷനോ കാര്യങ്ങളോ ഒന്നും വരികയില്ല. പ്രത്യേകിച്ച് തായ്ലൻഡിൽ വിസ റിജക്ഷൻ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു 1% കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ 20,000 തായ് ബാത്ത് എന്നുള്ളത് അത് കയ്യിൽ കരുതുക. നമ്മളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അക്കോമഡേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാം പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിൻ്റെ കൂടെ TDAC ഫോമും കൂടി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ പ്രൊസീജിയർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ TDAC എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? THIM, നമുക്ക് ഫ്രീ സിം കിട്ടുന്ന ഒരു ഓപ്ഷൻ വരെയുണ്ട്. തായ് സർക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് ഈ സിം തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. തായ്ലൻഡ് പോകുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സ് ഉണ്ട്. അതുപോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.